പത്മരാജൻ എന്ന് പറഞ്ഞ മഹത്വ്യക്തിയുടെ ഏറ്റവും മൂത്ത സഹോദരി ഉണ്ടായിരുന്നു പത്മിനി ചേച്ചി എന്നായിരുന്നു വിളിക്കുന്നത്. പത്മിനി ചേച്ചിയുടെ മൂന്നാമത്തെയാണ്. പക്ഷേ എൻ്റെ മൂത്ത ഒരു സഹോദരൻ ഒരു സഹോദരി, അത് കഴിഞ്ഞുള്ള മകളാണ് ഞാൻ. എൻ്റെ പേര് ഭാമ. എനിക്ക് അമ്മാവൻ നല്ല പ്രായം, ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒരേ നക്ഷത്രവും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചിത്തിരയാണ് നക്ഷത്രം. അപ്പോൾ ഞങ്ങളുടെ അമ്മൂമ്മ പറയുമായിരുന്നു, ചിത്തിര വെച്ചാൽ അത്ര പൂണ്ട് വന്നാൽ, പക്ഷേ നീ വരുന്നതിന് മുമ്പേ ഞാനൊരു മകനെ പ്രസവിച്ചിട്ടുണ്ട്, എന്നിട്ട് ഈ തറ കൊണ്ടിട്ടില്ല ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഐശ്വര്യമായിട്ട് തന്നെ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വെറും പഴഞ്ചൊല്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരേ നാളുകാരായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ 8 വയസ്സിന് സൂക്ഷ്മ ഡിഫറൻസാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാനതുകൊണ്ട് ഞാൻ വളരെ കുറച്ചായിരുന്നു. എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ പക്ഷേ ഉള്ള ഓർമ്മകൾ എനിക്ക് നന്നായിട്ടുണ്ട്. അന്നും അമ്മാവൻ വളരെ സൈലൻ്റായ ഒരു ആളായിരുന്നു. പുസ്തകങ്ങൾ അന്നേ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ അന്നും നല്ല വായിക്കുന്ന ഒരു കുടുംബമായിരുന്നല്ലോ. എല്ലാവരും അമ്മൂമ്മ വായിക്കുമായിരുന്നു, പിന്നെ അമ്മാവന്മാർ വായിക്കുമായിരുന്നു, വലിയമ്മാവന്മാർ ഒരുപാട് വലിയ വൈദ്യവും ഒക്കെ അറിയാവുന്നവരായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കലാപരമായിട്ടുണ്ട്. പിന്നെ എപ്പോഴും പാട്ട് സംഗീതമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അന്ന് വരുന്ന ഒരേ വീട് ഞങ്ങളുടെ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്ന നോക്കിയിരിക്കുന്ന ഒരേ ഒരാൾ ഈ അമ്മാവനായിരുന്നു. അത് കൊച്ചാണെങ്കിലും എനിക്കറിയാം. അത് വായിക്കുന്നതും അതിനകത്ത് അന്ന് രാമു എന്ന് പറഞ്ഞ് ആ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത് വായിക്കുമ്പോൾ നമുക്കാർക്കും ഒന്നും മനസ്സിലാവാത്ത, ഞാനിന്ന് തീരെ കുറച്ചല്ലേ മനസ്സിലാകാതെ, പക്ഷേ ഈ എൻ്റെ ഇളയ കുഞ്ഞമ്മയ്ക്ക് ഒരിച്ചിലൊക്കെ അത് വായിക്കുന്നതിനോട് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു എനിക്ക് ഓർമ്മയുള്ളപ്പോൾ. അപ്പോൾ ഈ പുസ്തകം വരുമ്പം അത് ഏറ്റവും മുമ്പേ കൈക്കലാക്കുന്നത് ഈ അമ്മാവനാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഓട്ടമാണ് എടുത്തു. പിന്നെ അത് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും അത് കാണാൻ പറ്റത്തുള്ളൂ. അന്ന് ആ ഒരു കാർട്ടൂൺ വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും നല്ലൊരു കാർട്ടൂണായിരുന്നു, മനസ്സിലാവാത്തൊരു കാർട്ടൂണായിരുന്നത്. പിന്നെ അതിനകത്ത് എല്ലാം വായിക്കും. അന്നേ എഴുതുന്നുണ്ടല്ലോ, കുറേശ്ശെ അന്നേ എഴുതുമായിരുന്നു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. പക്ഷേ വളരെ മിടുക്കനായിട്ടുള്ള വെച്ചാൽ സൈലൻ്റാണ്, പോയറ്റാണ്, ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല. പക്ഷേ എപ്പോഴും ഒതുങ്ങിയൊരു സ്വഭാവം. ഞാൻ കളിക്കാരായിരുന്നു. ഞാനൊക്കെ ഭയങ്കര ഞാൻ കൊച്ചല്ലേ, പക്ഷേ ഞങ്ങളുടെ കൂടെ വരുമെങ്കിലും പക്ഷേ പുള്ളി വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ. നേരെ മൂത്ത ബ്രദർ നല്ല കുരുത്തക്കേടുമൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ വളരെ എൻ്റെ ഓർമ്മകൾ ഇത്രയാണ്. വളരെ കൊച്ചായിട്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഈ വലിയ ആളിനെ പറ്റിയൊക്കെ പിന്നെ മനസ്സിലായത്. പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ് എൻ്റെ അമ്മ താമസിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഇദ്ദേഹം ഈ ആകാശ് BSc പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ വരുമ്പോഴും ഈ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഈ അവധിക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ അന്ന് റേഡിയോ ഉള്ളൂ. ഒരു റേഡിയോ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് അപ്പം വരും ഈ പാട്ട് കേൾക്കാൻ. അങ്ങനെയായിരുന്നു ഒരു മുറി അവിടെ ഉണ്ടായിരുന്നത്. അതേ വന്നൊരു ഒരു കട്ടിലുണ്ട്, അതേ കയറി കിടക്കും, റേഡിയോ വെക്കും. എന്നിട്ട് ഈ പാട്ട് ഇങ്ങനെ കേൾക്കുക. ആകാശവാണിയും പിന്നെ വിവിധ ഭാരതി അങ്ങനെയൊക്കെയുള്ള സ്റ്റേഷനുകളൊക്കെയാണ് കേട്ട് 5 മണി വരെ. പിന്നെ ചായ കുടിക്കും. അമ്മയുടെ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും വന്നാലും ചായ കുടിക്കാനായിട്ട് എല്ലാ ആങ്ങളമാരും വരുമായിരുന്നു. ആ കൂട്ടത്തിൽ ഈ ബാങ്ക് വെച്ചാലും വലിയ സന്തോഷമാണ് ചായ കുടിക്കും. എന്നിട്ടാണ് തിരിച്ച് അങ്ങ് കുടുംബത്തിലോടും. പിന്നെ അമ്മൂമ്മയുടെ കഥകളും അവിടുത്തെ ആ ഒരു ലൈഫായിരുന്നു. കുറേ വളർന്നതിന് ശേഷമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലോട്ടുള്ള പ്രവേശനത്തൊക്കെ ഞാൻ കോളേജിൽ പഠിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ ഞാൻ മലയാളമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. ഞാൻ ഡിഗ്രിക്ക് എഴുതി, പിന്നെ 10ാം ക്ലാസ് എഴുതി. മലയാളം ഞാൻ സ്വന്തമായിട്ട് എഴുതുമായിരുന്നു. ഞാൻ എഴുതുമ്പോൾ എസ്സേ എഴുതുന്നതിനകത്ത് പത്മരാജൻ്റെ കഥകളാണ് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. എന്തെഴുതുന്നു എന്നുള്ളതല്ല, ഒരു കഥാപാത്രം എടുക്കും, ജനറൽ എസ്സേ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പത്മരാജൻ്റെ കഥകളെ പറ്റി ഏതെങ്കിലും ഒരു കഥാപാത്രം ഞാൻ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥ എഴുതിയിട്ട് അതിനെപ്പറ്റി ഞാൻ 2-3 പേജുകൾ എന്തൊക്കെ എഴുതുന്നത് എനിക്കറിയാൻ വയ്യ, പക്ഷേ എഴുതും. നല്ല മാർക്ക് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് ഞാൻ മലയാളം എടുത്തപ്പോഴും എഴുതി. പിന്നെ MDയുടെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരുട്ടിൻ്റെ ആത്മാവൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അമ്മൂമ്മയുടെ ഞാൻ എപ്പോഴും പോയിരുന്ന കഥകൾ പറയുന്ന കൂട്ടത്തിലായിരുന്നു. അമ്മൂമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. പുരാണങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. പക്ഷേ എല്ലാം ഓർമ്മിക്കുന്നത്, പക്ഷേ പുസ്തകം വായിക്കുമായിരുന്നു. അന്നും അവിടെ ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകം വരുത്തും, വീക്കിലികളെല്ലാം വരുത്തും. അപ്പോഴതൊക്കെ വായിക്കുന്നത് കുറച്ചൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ഈ ഡിഗ്രി പാസ്സാകുന്നവരെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ഒരു കഥയെടുത്ത് എല്ലാ സെക്കൻഡ് ലാംഗ്വേജിനകത്തും
ഒരു കഥ എഴുതാറുണ്ട്. എഴുതിയിട്ട് അതിനെപ്പറ്റി അങ്ങ് എഴുതും, കുറേ എഴുതും ആ കഥകളെപ്പറ്റി. നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനകത്ത് ആ തീം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഒടുക്കം പക്ഷേ എനിക്ക് ലാസ്റ്റ് എനിക്ക് നടക്കാതെ പോയ ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവിടെ വരുമ്പോഴും അമ്മൂമ്മ അടുത്ത് വന്നിരുന്ന് ആ സിനിമയെപ്പറ്റിയും ആ കഥകളെപ്പറ്റിയും അവലോകനം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും അവിടെ കാണാറുണ്ട്. വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമ്മൾ എല്ലാം മനസ്സിലായെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. ഞാൻ പക്ഷേ ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി തുടങ്ങി ഇദ്ദേഹത്തിന് പുറത്ത് ആളുകൾ കോളേജിലൊക്കെ പിള്ളേർക്ക് ഭയങ്കര മതിപ്പാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് വന്നു, ആ ഒരു ഫീലിങ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലാസ്റ്റിൽ ഈ സിനിമയിലോട്ട് ഇറങ്ങി ഇദ്ദേഹം. സിനിമയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ അങ്ങ് പേര് പ്രശസ്തി അങ്ങ് കൂടുകയാണ്. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആയി ഒടുക്കാൻ ലാസ്റ്റ് ഈ പ്രതിമയും രാജകുമാരി എന്നുള്ള നോവലിലോട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാഹിത്യത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ ഇദ്ദേഹം എന്ന്. പക്ഷേ ആ ലാസ്റ്റ് കഥ ഓരോ ലക്കങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത് വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ച ഒരു അഭിപ്രായം ഏതായാലും ഒന്ന് എഴുതണം അമ്മാവന് എന്ന് വെച്ചാൽ. പക്ഷേ ആ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റി. ഞാൻ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാനൊട്ട് പറ്റിയതുമില്ല. അതിനു മുമ്പേ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക്. അത് ഇന്നും എനിക്കൊരു ദുഃഖമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പം എനിക്ക് ഒരുപാട് അനുസരിച്ചാൽ ഞാൻ കൂടെ വന്ന് നിന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമാണ്. തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ AR താമസിക്കുമ്പോൾ 1.5 മാസത്തിൽ കൂടുതൽ ഞാൻ വെക്കേഷന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇത് ഫെയിലായി. എന്നുവെച്ചാൽ ഉഴപ്പുകൊണ്ട് ഫെയിലായി പോയതാണ്. അപ്പോൾ പറഞ്ഞ് ഇവിടെ ഉഴപ്പിട്ട് ഫെയിലായതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ആ പാടെ ഒരു നിരാശ പോലെ തോന്നി. എൻ്റെ ഒരു കയ്യിൽ നിന്ന് വന്ന് തെറ്റുകൊണ്ടാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നീ അവിടെ ഒരു കാര്യം ചേച്ചി ഒരു കാര്യം ചെയ്യേ, 1.5 മാസം 1 മാസം എൻ്റെ കൂടെ വന്നിക്കട്ടോ തിരുവനന്തപുരത്തോട്ട് എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ മുഴുവൻ കാണിച്ചു. തിരുവനന്തപുരത്തെ സകല സ്ഥലങ്ങളും കാണിച്ചു. പിന്നെ അന്നത്തെ സ്റ്റുഡിയോ ശിവന് വലിയ സ്റ്റുഡിയോ അല്ലെങ്കിൽ നല്ല സ്റ്റുഡിയോ ആണ് ശിവൻസ് ഫോട്ടോസിൽ പോയി എൻ്റെ ഫോട്ടോ എടുത്തു. അമ്മാവനും എടുത്തു, അമ്മാവിയും എടുത്തു. 2 പേരും നിന്നുകൊണ്ട് വേറൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ AR കൊണ്ടുപോയി എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യിച്ചു. AR കൊണ്ടുവന്ന് അന്ന്. അപ്പോൾ അമ്മാവൻ തന്നെ അപ്പുറത്തെ മുറിയിൽ നിന്നു. അച്ഛനുണ്ടായിരുന്നു, എൻ്റെ അച്ഛനും കൂടെ വന്നിരുന്നു. അച്ഛൻ എന്നിട്ട് വേണ്ടത് ജോലിയാണ്. വന്ന് അവിടെ പോയി പാട്ട് റെക്കോർഡ് ചെയ്തു. കലാമൗലി തൃക്കൈയിലോമെനിക്കും സ്വർണ്ണമാൻ പേടയൻ്റെ സഖിയായി ചന്ദനമണക്കും കൈലാസത്തിലെ കല്ലോലിനിയുമെൻ്റെ സഹിയായി പ്രിയ സഹിയായി. ഇങ്ങനെ എന്തെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് കാണിക്കാമെന്ന് ചെയ്യാൻ മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് അമ്മാവിയുണ്ട്. അമ്മാവി എൻ്റെ മുൻകൈയായിരുന്നു എടുത്തുകൊണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്വ ഭയങ്കരമായിട്ട് ഞങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എൻ്റെ അനിയനെ കൊണ്ട് നിർത്തി ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളിലെല്ലാം ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നു. എല്ലാത്തിനും ഇത്രയും സ്നേഹവും സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് എവിടെയും തുറന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് വളർന്നതിന് ശേഷമുള്ള ഒരുപാട് കോളേജിലൊക്കെ പിന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിമാനങ്ങൾ തന്നിട്ടുള്ള ഒരാളാണ്. വെച്ച് കഴിഞ്ഞാൽ ആരുടെ അടുത്ത് ഞാൻ എൻ്റെ പത്മരാജൻ തരിന്തര എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് അത് എന്നും ഉണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട്. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഞാനിപ്പം നാട്ടിൽ തന്നെ മുതോളത്ത് താമസിക്കുന്ന ആളാണ്. ഇന്നും പത്മരാജൻ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടാണ് പറയുന്നത്. സിനിമാ ഫീൽഡിലായാലും സാഹിത്യത്തിലാണേലും പിന്നെ കാഴ്ചയിലും ശബ്ദത്തിലും ഇതെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതാണ് ഏറ്റവും കേമമായിട്ടുള്ളൊരു കാര്യമായിരുന്നത്. അതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ വീടും ആ ഒരു പേരും ഇന്നും നിലനിൽക്കുന്നൊരു തറവാട് തന്നെയാണ്. അമ്മാവൻ മരിക്കുന്നതിന് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് മൂത്ത മോന് പത്മനാഭൻ എന്ന് പറയുന്ന ആൾ മിക്കവാറും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴും അവനോട് ഇരിക്കും. വളരെ കൊച്ചാണല്ലോ. പക്ഷേ അവനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയം തൊട്ട് ഞാൻ അമ്മാവിയുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന എപ്പോഴും. പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം തന്നെ. അങ്ങനെ അതിന് മുമ്പാണ് ഞാൻ അമ്മാവിൻ്റെ കൂടെ വന്ന് താമസിക്കുന്നതും. അന്നും ഗർഭിണിയായിട്ടിരിക്കുകയാണ്, ആ തുടക്കത്തിലാണ്. അപ്പോഴാണ് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് താമസിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പപ്പനൊക്കെ വന്നു കഴിഞ്ഞ് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്ന് തൊട്ടടുത്താണല്ലോ, എപ്പോഴും അവിടെ കാണും. വർത്താനം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ അന്ന് ഇതൊക്കെ കുറച്ച് മുതിർന്നപ്പോഴത്തേക്ക്. പക്ഷേ ഈ അമ്മ മരിക്കുന്ന ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ വരുമ്പോൾ ഒരു ദിവസം പപ്പം വെറുതെ വന്ന് കണ്ണാടിയൊക്കെ നമുക്ക് വാഷ് ബേസിനോട് ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു, അച്ഛൻ അടുത്ത ഒരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, അതിനകത്ത് ഒരു കഥാപാത്രമായിട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമുള്ള ഒരു
ദരിദ്രരുടെ പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരും ഞാനതിനെപ്പറ്റി ഒന്നും അത്ര കാര്യമാക്കിയില്ല. ഇങ്ങനൊന്നും പറഞ്ഞിട്ട് അന്നങ്ങ് പോവുകയും ചെയ്തു. അവനെപ്പോഴത്തേക്ക് എനിക്ക് 18-19 വയസ്സുണ്ട്, 17 വയസ്സ് കാണും, 18 വയസ്സുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് രാമചന്ദ്രൻ ഈ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമ എടുക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ കഥാപാത്രമായിട്ട് വന്ന് ഭാമ എന്നുള്ളൊരു കഥാപാത്രം എൻ്റെ പേരായിരുന്നു. അപ്പോൾ ഈ സിനിമ എടുക്കുന്നതാണ് ഈ പപ്പൻ പറഞ്ഞത്. പക്ഷെ അന്നെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ സിനിമ എടുത്തത് ആണല്ലോ, അതിനോടുകൂടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ അവസാനം വന്നത്. അത് എങ്ങനെ വന്നു, എവിടെ വന്നു എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു കഥാപാത്രത്തിനാണ് ലാസ്റ്റ് രൂപം കൊടുത്തത്. പിന്നെ ആ ഒരു ദിവസം എനിക്ക് ഓർക്കാൻ വെച്ചാൽ ഞാൻ മാത്രമേ അന്നേരം അമ്മൂമ്മയുടെ തൊഴിൽ ഞവരിക്കൽ എന്ന് പറയുന്ന തറവാട്ടിൽ ഞാൻ എന്നും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അവിടെ പോയി ഇരിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അന്ന് അവിടുത്തെ ഇലക്ട്രിസിറ്റി എഞ്ചിനീയറായിട്ടിരിക്കുവാണ്. അപ്പോൾ എന്നും ഞാൻ 12 മണി തൊട്ട് 1 മണി വരെ അമ്മൂമ്മയുടെ അടുത്ത് പോയി കഥ പറയും. എല്ലാ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം പറയും. അപ്പോൾ രാമചന്ദ്രൻ സിനിമയെ പറ്റിയും കഥകളെ പറ്റി എന്നും സംസാരം വരും. അമ്മാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായിരുന്നു. ഒടുക്കം ലാസ്റ്റിൽ 2 മക്കൾ മരിച്ചു. പിന്നെ 3ാമത്തെ ആ മോൻ്റെ ഒരു ഇതിലായിരുന്നു അമ്മൂമ്മയുടെ ജീവിതം നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ പറയും. അന്നപ്പോൾ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാർഗിൽ. അപ്പോൾ ആ സമയത്താണ് ഈ ന്യൂസ് എന്നും ന്യൂസ് കേൾക്കണം. അപ്പോൾ ന്യൂസ് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനവിടെ ഇരിപ്പുണ്ട്. ആ ന്യൂസ് പെട്ടെന്ന് ഇത് കേൾക്കാനാണ് വെച്ച യുദ്ധത്തിൻ്റെ വിവരങ്ങൾ അറിയാനായിരുന്നു. പെട്ടെന്ന് ഇത് ഓഫ് ചെയ്തു. ന്യൂസിൻ്റെ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ വേറെ സബ്ജക്റ്റ് വിട്ടു. ഞങ്ങളുടെ അവിടെ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ സാധനമൊക്കെ മേടിച്ച് അമ്മ എല്ലാം കാണണം. അത് കാണിക്കാനായിട്ട് കൊണ്ടുപോയത് അമ്മൂമ്മയെ കാണിക്കാൻ. ആ സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കൊണ്ടുപോയി പ്രസൻറ്റേഷൻ മേടിച്ചത് അത് കാണണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ അമ്മാവൻ്റെ മോഡയാണ്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് അത് കാണിച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കഥകൾ പറഞ്ഞിരുന്ന സമയത്ത് ഈ ന്യൂസ് പെട്ടെന്ന് അവിടെ ഒരുപാട് പുളിയൊക്കെ ഉണ്ട്. പുളി കുത്തിക്കൊണ്ടൊരു ഉമ്മായി ഓടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഉമ്മയാണ് പറഞ്ഞത് ഇത് ന്യൂസ് എന്തായെന്ന് കേൾക്കണമെന്ന്, യുദ്ധം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഇത് വലിയ റേഡിയോ ഓഫ് ചെയ്ത് തരേണ്ടിന്ന് അത് റേഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്താണ് ഈ ന്യൂസിനകത്ത് വന്നു പത്മരാജൻ്റെ മരണം. അത് പക്ഷേ അമ്മൂമ്മ ആ സമയത്ത് കേട്ട് ഞങ്ങൾ ഓഫ് ചെയ്തു. പക്ഷേ ഉടനെ എൻ്റെ അമ്മ എൻ്റെ തൊട്ടടുത്ത വീടല്ലേ, അമ്മ വരുവാണ്. അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പെട്ടോട്ട് ഇറക്കി പറഞ്ഞു, നീ നമ്മുടെ അപ്പുറത്ത് നിന്നൊന്ന് ചോദിച്ചു നോക്കി, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, അവിടുന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനിയനായിരുന്നു ഇത്. അമ്മ എപ്പോഴും എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞാണിത്. അപ്പോൾ അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വേണ്ടി അച്ഛനോട് ഒരാൾ വന്ന് പറയുവാണ് ഇങ്ങനൊരു മരണം ഉണ്ടായിട്ടുണ്ട്, പപ്പിനി ചേച്ചിയോട് പറയണ്ട, കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അത് ഞങ്ങളുടെ അമ്മാവൻ്റെ വീട്ടിൽ ഇത് അറിയുന്നത്. അങ്ങോട്ടൊന്ന് പോയി ചോദിക്കണം എന്താ. അപ്പം ഞങ്ങളുടെ ഒരു അമ്മാവൻ, വലിയൊരമ്മാവൻ ഇവിടെ ഉണ്ട്, മൂത്ത അമ്മാവൻ, അദ്ദേഹമായിരിക്കുമെന്ന അമ്മയുടെ ഉദ്ദേശം, മരിച്ച് കാണുമായിരിക്കുമെന്ന്. അവിടോട്ട് വന്ന് ചോദിക്കാൻ ഞാൻ ആ അമ്മാവൻ്റെ വീട് ഞങ്ങളുടെ അടുത്തല്ല, ഞങ്ങളുടെ വീടുകളായില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹമാണ്. ഞാൻ എന്താ പറയണമെന്ന് ഞാൻ സ്തംഭിച്ചവിടെ നിൽക്കുന്നു. തിരിച്ച് എൻ്റെ കുടുംബത്തിലോട്ട് വന്ന് കയറിയപ്പോൾ അപ്പോഴും അമ്മൂമ്മ ഈ വിവരം അറിഞ്ഞിട്ടില്ല, അവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് പറയണം, അമ്മയാണെന്ന്. പക്ഷേ അമ്മയെ അറിഞ്ഞിട്ട് എന്താണെന്ന് എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ ആ വാതൊക്കെ നിൽക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ജീപ്പിൽ ഇങ്ങോട്ട് വരുന്നു. അപ്പോഴത്തേക്ക് ആളുകളെല്ലാവരും അപ്പോഴത്തേക്ക് ന്യൂസ് പടന്നു. ന്യൂസ് കേട്ടു, പക്ഷേ അമ്മൂമ്മ അന്നേരം കേട്ടില്ല. പെട്ടെന്ന് പിന്നെ അപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ എന്താ ആളെന്ന് ചോദിച്ചപ്പോൾ പത്മരാജൻ്റെ മരണം. പിന്നെ പക്ഷേ ആ സമയത്ത് ആ അമ്മൂമ്മ ആ കട്ടിലോട്ട് കയറി കിടക്കുമായിരുന്നു, കണ്ണടച്ചു. പിന്നെ അമ്മൂമ്മ ആ ഒരു മോനെ പിന്നെ കണ്ടിട്ടേയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാൻ നീ എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തു, അത് കുടിച്ചിട്ട് ശ്രീകുമാരൻ തമ്പിച്ചാനൊക്കെ അന്നേരം വന്നത്. തമ്പിച്ചാനൊക്കെ ഉടനെ വന്നു. മൂത്ത മോനെ ബ്ലോക്ക് ചെയ്യുന്ന അത് കഴിഞ്ഞതിന് ശേഷം മൂത്ത മോൻ എന്ന് വെച്ചാൽ ചേട്ടൻ വന്നിട്ട് ചേട്ടനെ അങ്ങോട്ട് കയറാൻ പോലും ഉള്ള ഒരു മനസ്ഥിതി വെച്ചാൽ അദ്ദേഹത്തിന് തകർന്നു പോയി. ആ സമയത്ത് വന്നിട്ട് അവിടെ നിൽക്കുകയല്ലാതെ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കയറാനുള്ളൊരു ധൈര്യം ഇല്ലാതെ പുള്ളിയൊക്കെ അങ്ങ് തകർന്നപ്പോഴത്തേക്ക് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് അവിടെ വരുന്നത്. പിന്നെ ആ അമ്മൂമ്മ ആ ഡെഡ് ബോഡി കാണുകയാട്ടെ. പിന്നെ വന്നവരെ ആരെയും തന്നെ അമ്മൂമ്മ അത് കാണത്തില്ല. എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷേ ആരെയും പിന്നെ അതിലോട്ടൊരു ശ്രദ്ധ തിരിച്ചിട്ടില്ല. പക്ഷേ പിന്നെ അന്നേരം ഞാൻ കാണണ്ടായെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഡെഡ് ബോഡി വന്നപ്പോഴും. പക്ഷേ അന്നേരം പറഞ്ഞ് വേണ്ട, എനിക്ക് ആ ഒരു മുഖം ഇനി ഞാൻ കാണണ്ട. നല്ല മുഖം ഞാൻ കണ്ടിട്ടുണ്ട്, വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സൗന്ദര്യമുള്ള മുഖം. ഇനി ഇങ്ങനെ ഒരു മുഖം എനിക്ക് കാണുകയേ വേണ്ട എന്നാൽ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാതെ
ഒരിക്കലും പിന്നെ ആ ഒരു മുഖം എൻ്റെ അമ്മൂമ്മ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഒരു ആഘാതമായിരുന്നു ആ മനസ്സിനേറ്റത്. അതാ ഞങ്ങൾക്ക് ഒരു വലിയൊരു ആഘാതം തന്നെയായിരുന്നു കുടുംബത്തിനുണ്ടായത്. ഇത്രയൊക്കെ ആയിരുന്നു ആ ലാസ്റ്റ് അനുഭവങ്ങൾ ഉണ്ടായത്. പിന്നെ ഇനി ബാക്കിയൊന്നും പറയേണ്ട കാര്യങ്ങളില്ലല്ലോ, എല്ലാം അറിയാവുന്ന കാര്യങ്ങളെല്ലാവർക്കും. അതാ എനിക്ക് ഈ വളർന്ന സമയത്തെ ഓർമ്മകളാണ് കൂടുതലും. എൻ്റെ കൊച്ചിലത്തെ ഞാൻ പിന്നെ എന്നെ കുഞ്ഞിലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പാട്ട് കേൾക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഈ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ പടം വരയ്ക്കാനൊക്കെ പറയുന്നതിന് അമ്മ പറയും രാജൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. അമ്മ രാജനെന്നായിരുന്നു വിളിക്കുന്നത്. അപ്പോൾ പടം വരയ്ക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് അവൻ വരച്ച് പക്ഷേ പടം വരയ്ക്കുമായിരുന്നു, നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചിത്രശലഭത്തിൻ്റെ ബൈസൈക്കിളൊക്കെ മേടിച്ച് വരച്ച് തന്ന രായങ്കോച്ചാറിന് എൻ്റെ ബുക്കിനകത്ത്, നോട്ട് ബുക്കിനകത്ത് അതൊക്കെ നന്നായിട്ട് വരയ്ക്കുക. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു അത്ര നന്നല്ലായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞാൻ അതിൻ്റെ മൂത്തമ്മാവനായിരുന്നു കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതുന്നത്. പക്ഷേ പടം നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, പാട്ട് ആസ്വദിക്കുകയും പാടുകയും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പാട്ട് പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരിലൊക്കെ ചെറുതായി പോയതുകൊണ്ട് എനിക്ക് പാട്ട് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ബാക്കി ഇത്രയും പേരും എൻ്റെ ചേച്ചിയും കുഞ്ഞമ്മമാരും രായങ്കൊച്ചാനും തരങ്കൊച്ചാനും ഒന്നിച്ചിരുന്ന്, എല്ലാവരും കൊച്ചാട്ടാന്ന് വിളിക്കുന്നു, ഒന്നിച്ച് ഒരു കട്ടില നിറച്ചാടിയിരുന്നായിരുന്നു അവിടെ പാട്ട് പഠിക്കുക. ഇന്ന് എൻ്റെ ഓർമ്മകളിൽ അതൊക്കെയാണ് എനിക്ക് തിളങ്ങിയിരിക്കുന്നത്. ഈ പാട്ടും അവിടുത്തെ ആ ഒരു സാഹിത്യ ലോകം വെച്ചാൽ സാറന്മാർ, ഇത്ര സാറന്മാർ, ഫ്ലൂട്ട്, ഇങ്ങനെ പല പല സാറന്മാർ വെച്ചാൽ ഒരു വരുമ്പോഴത്തേക്ക് അത് പഠിപ്പിക്കാൻ ആൾ വേറെ, മൃദംഗം അടിക്കാൻ വേറെ. എൻ്റെ മൂത്ത ബ്രദർ നന്നായി മൃദംഗം വായിക്കുമായിരുന്നു. മൃദംഗം ഇങ്ങനെ ആ ഒരു അന്തരീക്ഷമായിരുന്നു. സന്തോഷം മാത്രം അലയടിക്കുന്നൊരു വീടായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു മാറ്റം വന്നത് ഒരു അമ്മ മരിച്ചതിനോടുകൂടി ആ ഒരു തിരശ്ശീല വീണു തുടങ്ങുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് എൻ്റെ ബ്രദർ മരിച്ചു. അത് കഴിഞ്ഞ് അമ്മാവനും പോയി. അതിനോടുകൂടി തന്നെ ആ നല്ല ഐശ്വര്യമായ ഒരു കാലഘട്ടം അവിടെ തീർന്നു. പിന്നെ എല്ലാവരും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വളരെ കേമരായിട്ടൊക്കെ കഴിയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പക്ഷേ ആ വീടിൻ്റെ ഏറ്റവും ഇന്നും അഭിമാനമായിട്ട് നിൽക്കുന്നത് പത്മരാജൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ്. അതാണ് ഏറ്റവും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും എൻ്റെ ഒരു ആത്മാവിൽ നിന്ന് വരുന്നൊരു വാക്കാണ് ഈ പത്മരാജൻ എന്നുള്ള ഒരു വാക്ക്. പക്ഷേ അത് എന്നും നിറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്.